നമ്മുടെ നാടകത്തിൻ്റെ രചനകളുടെ ഒരു ചരിത്രമുണ്ട്, നമുക്കായിട്ടുള്ളൊരു ചരിത്രമുണ്ട്. അത് SIO സംവേദനവേദി, അതേപോലെ മലർവാടി ബാലസംഘം തൊട്ട് IPH വരെ നീളുന്ന, തനിമ വരെ നീളുന്ന ഒരു ചരിത്രമാണ്. പല കാലങ്ങളിൽ പലതരം സ്ക്രിപ്റ്റുകൾ നമ്മൾ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ആദ്യം പുറത്തിറങ്ങിയ സ്ക്രിപ്റ്റാണ് 1998. അതിന് മുമ്പൊക്കെ ചെറിയ ലഘുലേഖ പോലെയുള്ള ഒറ്റ നാടകങ്ങളുടെ സ്ക്രിപ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യം ഇറങ്ങിയ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസാധന വിഭാഗത്തിൻ്റെ ആദ്യം രചിക്കപ്പെട്ട് പുറത്തിറങ്ങിയ നാടകം KBK വളാഞ്ചേരി എഴുതിയ കണ്ണീരും പുഞ്ചിരിയും എന്ന നാടകമാണ്. ഒരുപക്ഷെ മലയാള നാടക ചരിത്രത്തിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയും അതിൻ്റെ പ്രവർത്തനങ്ങളും കേന്ദ്രപ്രമേയമായി വരുന്ന ഹലാൽ ലവ് സ്റ്റോറിയൊക്കെ വരുന്നതിൻ്റെ മുമ്പ് തന്നെ സാഹിത്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി, അതിൻ്റെ പ്രവർത്തനം, അതിൻ്റെ സാംസ്കാരിക രംഗം, അതിനുണ്ടാകുന്ന എതിർപ്പുകൾ, ആ രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിയെ അടയാളപ്പെടുത്തിയ ആദ്യ നാടക രചനയാണ് സക്രിയയുടെ തന്നെ നാട്ടുകാരനായ KBK വളാഞ്ചേരിയുടെ കണ്ണീരും പുഞ്ചിരിയും. ഈ കണ്ണീരും പുഞ്ചിരിയും പ്രസിദ്ധീകരിച്ചതിന് ശേഷം പിന്നെ കോഴിക്കോട്ട് നിന്ന് പ്രതീക്ഷ, അന്ന് നമ്മുടെ ഇപ്പോഴത്തെ പ്രതീക്ഷ അല്ല, പഴയ പ്രതീക്ഷ, ഒരു സിമിക്കാരുടെയൊക്കെ ആഭിമുഖ്യത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ ബുക്ക് സ്റ്റാൾ ആണ്. അവരാണ് മരുപ്പച്ച എന്ന നാടകം പ്രസിദ്ധീകരിച്ചത്. അതിൻ്റെ വളരെ അപൂർവം കോപ്പികളെ ഇപ്പോൾ ഉള്ളൂ. കുഞ്ഞാലി മാഷെടുത്ത് കാണാൻ സാധ്യതയുള്ളൊരു കോപ്പി ഉണ്ടാവും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പൂർണ്ണമായും നാടക രൂപത്തിൽ എഴുതപ്പെട്ട ഒരു രചനയാണ് മരുപ്പച്ച. അതിൻ്റെ രചയിതാവിൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല, ആർക്കെങ്കിലും അറിയോ? അതെ, മരുപ്പച്ച എന്ന നാടകത്തിൻ്റെ പഴയൊരു കോപ്പിയുണ്ട്. പക്ഷേ നമ്മുടെ ഓർഗനൈസ്ഡായി നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു രചനാ ക്യാമ്പ് നടത്തിയിട്ട് നാടക പുസ്തകം ഇറങ്ങുന്നത് നേരത്തെ ജാബിർ സുലൈം പറഞ്ഞ ബെല്ലടിക്കുന്നു എന്ന ഒരു നാടക പുസ്തകമാണ്. അതിൻ്റെ അതുവരെ ഉണ്ടായ നാടക ചരിത്രത്തെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ടുള്ള ഒരു നാടക രചന ക്യാമ്പ് 10 ദിവസം മലപ്പുറം ജില്ലയിലെ ധർമ്മഗിരി എന്ന തോട്ടശ്ശേരിയറ എന്ന ഗ്രാമത്തിൽ ധർമ്മഗിരി എന്ന പ്രദേശത്ത് 10 ദിവസം ഞങ്ങൾ അവിടെ പള്ളിയിൽ താമസിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ നാടകരചനയും വൈകുന്നേരം ഗ്രാമത്തിലെ നിവാസികളൊക്കെ കൂട്ടിയുള്ള അവതരണങ്ങളും നടത്തി എഴുതപ്പെട്ട 8 നാടകങ്ങളുടെ ഒരു സമാഹാരമാണ് ബെല്ലടിക്കുന്നു. അത് കേവലം നാടകങ്ങളല്ല. അത് ഇപ്പോൾ സെമീലിൻ്റെ അനുസ്മരണ ചില കുറിപ്പുകളിലൊക്കെ ഈ ബെല്ലടിക്കുന്നു നാടകരചനയുടെ ആ ക്യാമ്പ് പലരും പരാമർശിച്ചിട്ടുണ്ട്. ഉസ്മാൻ മാരാത്തിനെ പോലെയുള്ള ആളുകളൊക്കെ, ഇപ്പം ഞാൻ, സമീൽ, ഹിക്മത്ത്, സമീർ ബിൻസി, ഉസ്മാൻ മാരാത്ത്, സലാഹുദ്ദീൻ അയ്യൂബി, ജാബിർ സുലൈം, സൈഫുദ്ദീൻ, KA സൈഫുദ്ദീൻ, C ദാവൂദ് തുടങ്ങിയൊരു 10-20 ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ നിന്നും 9 രചനകളാണ് നമ്മൾ എടുത്തത്. എൻ്റെ അച്ഛൻ എന്നൊരു നാടകമാണുള്ളത്. ഹിക്മത്തിൻ്റെ ഏതാ നാടകം? അതിൽ നാടകം ഉണ്ടോ? അതിലില്ല. അതിൻ്റെ ആമുഖക്കുറിപ്പ് എന്തോ എഴുതിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, അങ്ങനെയുള്ള നാടകങ്ങൾ. ഈ നാടകം ഉണ്ടായത് വെറുതെ നാടകം ഉണ്ടാവുകയല്ല. നമ്മൾ വിദ്യാഭ്യാസം, ശാസ്ത്രം, ടെക്നോളജി, ഇതിൻ്റെ മുമ്പിലുള്ളൊരു സമീപന രേഖ മുന്നോട്ട് വെച്ചിട്ട് അതിനെ ബേസ് ചെയ്ത നാടകങ്ങളാണ്. അതിൽ ഗംഭീരമായ ചർച്ചകളൊക്കെയാണ് അവിടെ നടന്നത്. ഉസ്മാൻ മാരാത്തിൻ്റെ കുറിപ്പിലൊക്കെ ആ നാടക ക്യാമ്പിനെ കുറിച്ച് പരാമർശമുണ്ട്. അവിടെ ഇറങ്ങിയ പുസ്തകമാണ് ആദ്യത്തെ ദാർശനികമായി നമ്മുടെ ഒരു നിലപാട് പറയുന്ന ആദ്യത്തെ നാടക പുസ്തകം. ബെല്ലടിക്കുന്നു എന്നാണ് അതിൻ്റെ പേര്. ആ പേര് പോലും അതിലെ ചിത്രങ്ങൾ വരച്ച, അതിൻ്റെ കവർ ചിത്രം വരച്ച K ഷരീഫാണ്. നല്ലൊരു കവർ ചിത്രമാണ് അന്ന് K ഷരീഫ് അതിനു വേണ്ടി വരച്ചത്. പിന്നെ അടുത്ത സമാഹാരമാണ് നമ്മുടെ അറ്റ് ദ സ്റ്റേജ്. അത് SIO തനിമയിറക്കിയത് SIO സംവേദനവേദി. ദാവൂദ് പ്രസിഡൻറ്റും അനീസുദ്ദീൻ അഹമ്മദ് ഇവിടെ ഉണ്ടോ? പോയോ? അനീസ് പോയോ? അനീസുദ്ദീൻ അഹമ്മദ് സംവേദനവേദിയുടെ സംസ്ഥാന കോർഡിനേറ്ററായ സമയത്ത് അറ്റ് ദ സ്റ്റേജ്, അറ്റ് ദ റൈറ്റ് സ്റ്റേജ്, അത് ഹിക്മത്താണ് അത് എഴുതിയത്. മികച്ച നാടകങ്ങളുള്ള ഒരു സമാഹാരമാണത്. പല ആളുകളെ പുറത്തുനിന്ന് എഴുതിപ്പിച്ചുണ്ടാക്കിയ ഒരു സമാഹാരം. നമ്മൾ എൻ്റെ നാടകമുണ്ട്, ഹിക്മത്തിൻ്റെ നാടകമുണ്ട്, കബീർ സാഹിബിൻ്റെ ഉണ്ട്. അതെ, നല്ല നാടകം. അതിലെ ഗുഹാവാസികൾ എന്ന നാടകം അവതരിപ്പിച്ചുകൊണ്ട് കണ്ണൂരിൽ വെച്ചായിരുന്നു അതിൻ്റെ പ്രകാശനം.
ഖുർആൻ പ്രമേയമാക്കി മലയാളത്തിൽ രചിക്കപ്പെട്ട ഒരു നാടകമാണ് ഗുഹാവാസികൾ. അത് എഴുതിയത് ഹിക്കമത്തുള്ള മാഷ്, ഗുഹയുടെ കൂട്ടുകാർ. പിന്നെ തനിമ പുറത്തിറക്കിയ നാടക പുസ്തകം എന്നൊരു സമാഹാരം, അതും സ്കൂൾ നാടകങ്ങൾ, കോളേജ് നാടകങ്ങൾ ചേർന്നൊരു പുസ്തകമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നാടക രചനാ ചരിത്രത്തിൻ്റെ ഒരു വലിയ പാരമ്പര്യം നമുക്കുണ്ട് എന്ന് പറയാനാണ് ഞാൻ അത്രയും പറഞ്ഞത്. ഇതിൽ ഈ ബെല്ലടിക്കുന്നു എന്ന നാടക സമാഹാരത്തിലാണ് സമീൽ ഇല്ലിക്കലിൻ്റെ പാറ്റ എന്ന നാടകം ഉള്ളത്. ഈ നാടകം ശരിക്കും അതൊരു നാടകമാണ്, 3-4 രംഗങ്ങളുള്ളൊരു നാടകമാണ്. ഈ നാടകത്തെയാണ് ഇപ്പോൾ ഞാൻ സമീൽ മരിച്ച പിറ്റത്തെ ദിവസം, 2ാമത്തെ ദിവസം ജബ്ബാറിനോട് വിളിച്ച് നമുക്ക് ആ നാടകം അവതരിപ്പിച്ചാലോ. അപ്പോൾ ജബ്ബാർ അപ്പോൾ തന്നെ സമ്മതിക്കുകയും ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ അത് സമ്മതം ചോദിക്കുകയും അപ്രൂവ് ആവുകയും ചെയ്തപ്പോൾ തന്നെ ജബ്ബാർ അതിൻ്റെ വർക്ക് തുടങ്ങി. അത് 4-5 കഥാപാത്രങ്ങളുള്ള ഒരു നാടകത്തെ ഏകപാത്ര അവതരണമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നമുക്ക് വളരെ ഷോർട്ട് പീരീഡ് കിട്ടിയിട്ടുള്ളൂ അവതരിപ്പിക്കാൻ. ഇതിൻ്റെ ഒരു കാര്യം, നമ്മൾ സമീലിനോടുള്ള ഒരു ആദരവ്, സ്നേഹം, ഇതാണ്. അല്ലാതെ നാടകത്തിൻ്റെ പെർഫെക്ഷനോ അല്ലാതെ അതിൻ്റെ സമീലിൻ്റെ ഒരു രചന നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നു. അത് നേരത്തെ പറഞ്ഞ പോലെ ജാബിർക്ക പറഞ്ഞ മാതിരി സമീലിൻ്റെ ഒരു സ്ഥായിയായ അലസത ബാധിച്ചത് പിന്നെ ഞാനും ജാബിർക്ക കൂടെ ചേർത്തിട്ടാണ് പൂർത്തിയാക്കുന്നത്. അവൻ എഴുതിയ ക്ലൈമാക്സ് പൂർണ്ണമായും ഞാൻ മാറ്റിയിരുന്നു. ആ നാടകം ഇപ്പോൾ നമ്മളെ കയ്യിലുള്ളത്. ഈ നാടകം ഇത് 2ാമത്തെ അവതരണമാണ്. ആദ്യത്തെ അവതരണം പൊന്നാനി MV ഹൈസ്കൂളിൽ വെച്ച് ഈ പുസ്തകത്തിൻ്റെ പ്രകാശന വേളയിൽ ഈ പുസ്തകത്തിലുള്ള 5 നാടകങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിരുന്നു. അതിലൊന്ന് സലാഹുദ്ദീൻ അയ്യൂബി സംവിധാനം ചെയ്തുകൊണ്ട് പാറ്റ നാടകം അന്ന് അവിടെ കളിച്ചിരുന്നു, അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ കളിച്ചിരുന്നു. ഇത് അതിൻ്റെ മറ്റൊരു അവതരണമാണ്. പൂർണ്ണമായും ആ സ്ക്രിപ്റ്റിനെ ഡീകൺസ്ട്രക്റ്റ് ചെയ്തുകൊണ്ട് പുതിയ കാലത്തിലേക്ക് മാറ്റി പുനർരചിച്ചുകൊണ്ടാണ്, അതിന് ആവശ്യമായ സംഗതി മാത്രം എടുത്തിട്ടാണ് ജബ്ബാർ ഇവിടെ അവതരിപ്പിക്കുന്നത്. പാറ്റ അബു ചെയ്തിട്ടുണ്ട്. ആണല്ലേ? അതെ, ഇത് ഏകപാത്ര നാടകങ്ങളായിട്ട് പിന്നെ പലയിടത്തും വന്നിട്ടുണ്ട്, പല ആളുകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാറ്റ എന്ന ആ പദത്തിൻ്റെ പുതിയ രാഷ്ട്രീയ സാഹചര്യം ഉപയോഗിച്ചുണ്ടാകുന്ന ഒരു ആദ്യത്തെ അവതരണം ഇതായിരിക്കും എന്നൊരു ക്ലൂ മാത്രം തന്നുകൊണ്ട് ഞാൻ നാടകത്തിലേക്ക് ജബ്ബാറിനെയും കാണാൻ നിങ്ങളെയും ക്ഷണിക്കുന്നു. അള്ളാഹു ഇത് രചിച്ച സമീലിനെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്.
ഒക്കെ കറക്റ്റാണ്, പെർഫെക്റ്റാണ്. അല്ല അതല്ല അല്ല അതല്ല അല്ല ഞാൻ ഇല്ല ഞാനൊന്ന് പറയട്ടെ. ഇല്ല ഞാൻ അതല്ല, ഒന്ന് പറയാനുള്ള ഒരു ഞാനൊന്ന് പറയട്ടെ. നിങ്ങളൊരു ഗ്യാപ്പ് ഇതാ, ഒന്നും മിണ്ടായിരിക്കണോ? മറ്റുള്ളവരെ കുറിച്ചുള്ള ജഡ്ജ്മെന്റ് അതൊന്ന് അവസാനിപ്പിച്ചൂടെ? നന്ന് ചുരുങ്ങിയത് എന്താണ് ഒരാൾ പറയുന്നതെന്ന് കേൾക്കാനുള്ള ഒരു മാനസിക ബോധമെങ്കിലും കാണിക്കണം. നിങ്ങൾ ആരും കേൾക്കാത്തത് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കും കേൾക്കാൻ പറ്റാത്തത് എൻ്റെ ഈ കാതുകൊണ്ട് കേൾക്കാം. അതിനർത്ഥം ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം എന്നുകൂടിയാണ്. അപശബ്ദങ്ങൾ എവിടുന്നൊക്കെയോ പുറപ്പെട്ടു വരുന്നുണ്ട്. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അയാളുടെ ശത്രു കൂടി ജനിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അയാളുടെ ശത്രു കൂടി ജനിക്കുന്നുണ്ട്. അപ്പോ ശത്രുവിനെ കുറിച്ചുള്ള ബോധം സംസാരിക്കുമ്പോ ഇടയിൽ കയറി സംസാരിക്കല്ലേ. നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞു, മറ്റുള്ളവരെ കുറിച്ച് ജഡ്ജ്മെന്റ് നടത്തരുത്. നിങ്ങൾക്ക് ഞാനൊരു സംശയാലു അല്ലേ? എടോ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. കാരണം നിങ്ങൾ കേൾക്കാത്തത് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഒരു ശത്രു ജനിക്കുമ്പോൾ, നിങ്ങൾ ജനിക്കുമ്പോൾ ഒരു ശത്രു കൂടെ ജനിക്കുന്നുണ്ട്. ആ ശത്രുവിനെ ഇല്ലായ്മ ചെയ്യാൻ അതിനെക്കുറിച്ച് സൂക്ഷ്മമായി മനസ്സിലാക്കണം. അതിന് നിങ്ങളുടെ ഈ കാതിൻ്റെ വട്ടം തികയില്ല, നിങ്ങളുടെ കേൾവിയുടെ ശക്തി മതിയാവില്ല. അവിടെയാണ് ഈ ഭൂതക്കണ്ണാടി, ഈ സൂക്ഷ്മദർശിനിയിലൂടെ ശത്രുവിനെ അളക്കാൻ കഴിയുക. അങ്ങനെ ശത്രുവിൻ്റെ ഉറവിടം എവിടെയാണെന്ന് മനസ്സിലാക്കി അതിനെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുക. ഇത് വെറുമൊരു ഭൂതക്കണ്ണാടിയല്ല. പാരമ്പര്യമായി, പൈതൃകമായി ലഭിച്ച സനാതനധർമ്മത്തിൻ്റെ സൂക്ഷ്മ കണ്ണാടിയാണ്. അപശബ്ദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു വരുന്നുണ്ട്. ഓരോ എതിർ ശബ്ദവും തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടാവണം. അപശബ്ദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു വരുന്നുണ്ട്.
അപശബ്ദങ്ങളെ ഇല്ലാതെയാക്കി ആട്ടിയകറ്റാനുള്ള പാരമ്പര്യ മാന്ത്രിക ദണ്ട് ഈ ഭൂതക്കണ്ണാടി. എല്ലാത്തിനെയും ആട്ടി ഓടിച്ച് ഇനി നമുക്ക് വലിയൊരു വൃത്തം വരയ്ക്കണം. വലിയൊരു വൃത്തം. ഇതാണ് എതിർ ശബ്ദങ്ങളില്ലാത്ത വൃത്തം. ഇതൊരു അതിർത്തിയാണ്. ഇതാണ് നമ്മുടെ രാജ്യം. ഈ അതിർത്തിക്കുള്ളിലിരുന്നാണ് രാജ്യസ്നേഹം പൊട്ടിപ്പുറപ്പെടേണ്ടത്. ഞാൻ മാത്രമല്ല സുരക്ഷിതരായിരിക്കുന്നത്. നിങ്ങളെല്ലാവരെയും സംരക്ഷിക്കേണ്ട ചുമതല എനിക്കാണ്. അതുകൊണ്ട് ഞാനൊരു സന്ദേഹവാദിയല്ല, ഞാൻ സംരക്ഷകനാണ്. സൂക്ഷ്മമായി എതിർ ശബ്ദങ്ങളെ കണ്ടെത്തി, അവയുടെ ഉറവിടം കണ്ടെത്തി, അതില്ലായ്മ ചെയ്ത് നിങ്ങളെല്ലാവരെയും സുരക്ഷിതമായ ഈ അതിർത്തിക്കകത്തേക്ക് എല്ലാവരെയും പരിശോധിച്ച് എല്ലാവരെയും സുരക്ഷിതമാക്കി ഈ അതിർത്തിക്കകത്തേക്ക് പ്രവേശിച്ച് ഞാൻ നിങ്ങളുടെ സംരക്ഷകനാണ്. പാരമ്പര്യമായി ലഭിച്ച സൂക്ഷ്മജ്ഞാനി, ജാഗ്രതയുടെ കാവൽക്കാരൻ. ഞാൻ നിങ്ങളുടെ രക്ഷകനാണ്. ധൈര്യമാണ് എൻ്റെ അലങ്കാരം. ഇവിടെ അപശബ്ദങ്ങളില്ലാത്ത ഒരൊറ്റ രാജ്യം, ഒരൊറ്റ വൃത്തം. ശരിക്കും ഞാൻ ധൈര്യത്തോടുള്ള ആളാണ്. ഞാൻ ധൈര്യവാനാണ്. ഒരു കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ധൈര്യക്കുറവല്ലല്ലോ. ധൈര്യമുള്ള ആളാണ് ഞാൻ. എതിർ ശബ്ദങ്ങൾ, പാറ്റകളുടെ ശബ്ദങ്ങൾ പുറപ്പെട്ടു വരുന്നുണ്ട്. പക്ഷേ ഈ അതിർത്തിക്കകത്തേക്ക്, ഈ വൃത്തത്തിനകത്തേക്ക് പ്രവേശിക്കില്ല. അപശബ്ദങ്ങളൊക്കെ ഈ അതിർത്തിക്കപ്പുറത്ത്. ഇല്ല, അതിർത്തിക്കപ്പുറത്ത് മാത്രമാണ് അപശബ്ദങ്ങൾ. ഒരു പാറ്റയും ഇതിനകത്തേക്ക് പ്രവേശിക്കില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പാറ്റകൾ ഇതിനകത്തേക്ക്
ഇതിനകത്തേക്ക് പാറ്റകൾ വരാൻ പാടില്ലാത്തതാണ്. അയ്യോ, പാറ്റകൾ 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 പാറ്റകളെ ഞാൻ സൂക്ഷ്മമായി പരിശോധിച്ചതാണല്ലോ. എൻ്റെ ഒറ്റക്കണ്ണുകൊണ്ട് ഞാൻ ഇതിനെ ശരിക്കും പരിശോധിച്ചതായിരുന്നല്ലോ. ഈ വൃത്തത്തിനകത്ത് എങ്ങനെയാണ് പാറ്റകൾ ഇവിടെ? ഈ സുരക്ഷിത വലയത്തിനകത്തേക്ക്